നമസ്കാരം. സേവാഭാരതിയും അന്നദാനവും പരസ്പരം വേർപെടുത്താനാവാത്ത രണ്ട് വാക്കുകളാണ്, രണ്ട് സംഭവങ്ങളാണ്. സേവാഭാരതി സംഘടനയും അന്നദാനവും പരസ്പരം വേറിട്ടല്ല നിൽക്കുന്നത്. അന്നദാനം സേവാഭാരതി DYFI ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ സേവാഭാരതി അത് പരസ്യപ്പെടുത്താറില്ല. സേവാഭാരതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ കുറേ കാലങ്ങളായി മെഡിക്കൽ കോളേജിൽ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത രോഗികൾക്ക് തിരുവോണ ദിനത്തിൽ സദ്യ നൽകുക എന്നുള്ളതാണ്. വളരെ വിഭവസമൃദ്ധമായ സദ്യയാണ് സേവാഭാരതി എല്ലാ ഓണനാളുകളും തിരുവോണനാളിലും മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായിട്ട് ഒരുക്കുക. അപ്പോൾ ഇത്തവണ തിരുവോണത്തിനും അതിൽ നിന്നും ഒട്ടും വ്യത്യാസമില്ലാതെ വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ തന്നെ സേവാഭാരതി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായി ഒരുക്കി. ആ ദൃശ്യങ്ങൾ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കുകയാണ്. വളരെ സന്തോഷം നൽകുന്നൊരു ദൃശ്യമാണ്. ഈ സേവാഭാരതിയുടെ ശ്രമദാനത്തിന് അത്തരത്തിലുള്ള ഈ സദ്യ ഒരുക്കൽ രാത്രി ഏറെ വൈകിയിരുന്നെങ്കിലും മിനിഞ്ഞാന്ന് തിരുവോണത്തിൻ്റെ തലേന്നാൾ രാത്രി ഏറെ വൈകിയും തിരുവനന്തപുരം നഗരപിതാവ് മേയർ ശ്രീ VV രാജേഷ് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം അതിന് മേൽനോട്ടം വഹിച്ചു എന്ന് തന്നെ പറയാം. ഇന്നലെ കഴക്കൂട്ടം MP VV മുരളീധരൻ ഈ സദ്യ വിളമ്പുന്ന സ്ഥലത്തെത്തുകയും മേയർ VV രാജേഷ് ആയിരുന്നു ഈ സദ്യ ഉദ്ഘാടനം ചെയ്തത്. VV മുരളീധരനും എത്തി അവരുടെ വാക്കുകളും നമുക്ക് കേൾക്കാം. ആ സദ്യ വട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. സേവാഭാരതിയുടെ ഈ സത്പ്രവർത്തിക്ക് പ്രേക്ഷകരുടെ കയ്യടികളും ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സദ്യയിലേക്ക്, ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള തിരുവോണ നാളിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക്, തത്വമയുടെ പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഒരു തിരുവോണം ആശംസിക്കുന്നു. ഈ വർഷം നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മലയാള വർഷം, കൊല്ലവർഷം 2102 ആണ്ടിലാണ്. ആ നിലയിൽ പുതിയ വർഷത്തിന്റെ കൂടി ആശംസകൾ നേരുന്നു.
നമസ്കാരം. 26 വർഷം മുൻപ് ഇവിടെ ഹോട്ടലൊന്നും ഇല്ലായിരുന്ന സമയത്ത് കുറേ ആൾക്കാർ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് കുറേ സ്വയം സേവരുടെ അമ്മ വീട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് 2 സൈഡിലും പാത്രങ്ങൾ വെച്ചിട്ട് ഭിക്ഷക്കാരെ മാതിരിയാണ് രോഗികളുടെ ആൾക്കാർ അവിടെ നിന്നത്. അത് എല്ലാവരുടെ കയ്യിലും കാശുണ്ട്, പക്ഷേ ഒരൊറ്റ ഹോട്ടൽ പോലും തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തുറക്കുകയൊന്നുമില്ല. അപ്പോൾ അത് കണ്ടിട്ട് അന്ന് സ്വയംസേവരുടെ വിളിച്ചിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കി വെച്ച ആഹാരം ഇവിടെ കൊടുത്താണ് അന്ന് ഒരു ദിവസം കഴിച്ചു കൂട്ടിയത്. പിറ്റേ വർഷം മുതൽ എല്ലാ വർഷവും കഴിഞ്ഞ 26 വർഷം, ഇത് 26ാമത്തെ വർഷമാണ്, 26 വർഷമായിട്ട് നമ്മളിവിടെ സദ്യ ഇട്ടെടുത്ത് അങ്ങോട്ട് പോയി നോക്കിയാൽ അറിയാം, എല്ലാ രോഗികളുടെ ആൾക്കാർക്കും ഇരുന്ന് ആഹാരം കഴിക്കത്തക്ക രീതിയിൽ വൈകുന്നേരം 6:30 മണി വരെ ആരൊക്കെ വരുന്നോ അവർക്കെല്ലാവർക്കും പാഴ്സൽ ഉൾപ്പെടെ എല്ലാ വർഷവും കൊടുത്തു വിടുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇപ്പോൾ പല സംഘടന ചെയ്യുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് നമ്മൾ സേവാഭാരതിയാണ് ആദ്യമായിട്ട് രോഗികൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങിയത് തന്നെയാണ്. അത് കഴിഞ്ഞ് പലരും ചെയ്യുന്നുണ്ട്. നന്ദി, നമസ്കാരം. വീഡിയോ കണ്ടല്ലോ, ദൃശ്യങ്ങൾ കണ്ടല്ലോ. ഇനിയും സേവാഭാരതി അവരുടെ സേവനങ്ങൾ തുടരും. നമ്മളവരെ അഭിനന്ദിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും പ്രേക്ഷകർ അഭിനന്ദിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നലെ കഴിഞ്ഞു പോയ ഓണം വീണ്ടും ആശംസിക്കുന്നു. അവിട്ടം ദിനാശംസകളും. നന്ദി, നമസ്കാരം.